നമസ്കാരം. ഉക്രൈൻ റഷ്യ വിഷയത്തിൽ ഒരു സമാധാനം പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു യുദ്ധമാണ്. ആ കാര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിദഗ്ധർ. ഈ യുദ്ധം അധികം താമസിക്കാൻ ഇടയില്ല എന്നാണ്. അതായത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ, അതല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന കരാർ ഉണ്ടാകില്ലെന്നും ഇത് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള യുദ്ധമായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനമുണ്ടാക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട് എങ്കിലും സമാധാന കരാറിലെ പല വ്യവസ്ഥകളോടും പുടിനോടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യോജിപ്പില്ല. അതിർത്തി രാജ്യങ്ങളായ ഉക്രൈനെയും ജോർജിയയെയും നേറ്റോ അംഗങ്ങളാക്കാൻ സമ്മതിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. എന്നാൽ ഇവയ്ക്ക് നേറ്റോ അംഗത്വം നൽകുമെന്ന് നേറ്റോ പ്രസിഡന്റ് മാർക്ക് റുബർട്ടോ ഉറച്ച നിലപാട് വ്യക്തമാക്കുകയാണ്. അതുപോലെ ഉക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറല്ല. 2014 റഷ്യ ഉക്രൈന്റെ ക്രിമിയ പ്രദേശം പിടിച്ചെടുത്തിരുന്നു. ഇതാണ് ഭാവിയിൽ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ യുദ്ധത്തിലേക്ക് നീങ്ങാൻ കാരണമാവുക. ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും പരോക്ഷമായി അമേരിക്ക റഷ്യക്കെതിരെ നിലകൊള്ളുക തന്നെ ചെയ്യും. ഉക്രൈനെ കൊണ്ട് റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, UK, പോളണ്ട്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വലിയ തോതിൽ ഉക്രൈന് ആയുധങ്ങളും പണവും നൽകി വരികയാണ്. ഉക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റഷ്യയെ ഇല്ലാതാക്കുക എന്നതാണ് യൂറോപ്പിന്റെ ഗൂഢ പദ്ധതി. കഴിഞ്ഞ 4 വർഷമായി ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരിക്കലും റഷ്യയ്ക്ക് മുമ്പിൽ ഉക്രൈനെ പോലെ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. എണ്ണ വിൽപ്പനയിൽ നിന്നുമുള്ള വരുമാനം ഉപയോഗിച്ചാണ് ഈ 4 വർഷവും റഷ്യ പിടിച്ചു നിന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യയെയും ചൈനയെയും ഒരു പരിധി വരെ മാറ്റി നിർത്താൻ US പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്ക് സാധിച്ചു. ഇതോടെ റഷ്യയുടെ വരുമാനം നിലച്ചു തുടങ്ങി. ഇപ്പോ റഷ്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എല്ലാ എണ്ണ കപ്പലുകളെയും കരിങ്കടലിലും ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും തകർക്കുകയാണ്. ഇതോടെ റഷ്യയുടെ വരുമാനമാണ് നിലയ്ക്കുന്നത്. ഇത് റഷ്യയെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചേക്കും. അതേസമയം ആണവ ശക്തികളായതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ നടന്നത് യൂറോപ്പിലാണ്. അതുപോലെ 3ആം ലോക മഹായുദ്ധവും യൂറോപ്പിൽ നടക്കുമെന്നാണ് ഇന്ത്യയുടെ മുൻ മേജർ ജനറലായ GD ബക്ഷിയെ പോലെയുള്ളവർ നിരീക്ഷിക്കുന്നത്. റഷ്യയ്ക്കൊപ്പം വടക്കൻ കൊറിയയും ഇറാനും നിലകൊള്ളുന്നുണ്ട്. ചൈനയും റഷ്യയും പണം നൽകിയും ആയുധങ്ങൾ നൽകിയും സഹായിക്കാൻ തയ്യാറും. യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള സംഘർഷാവസ്ഥ അനിയന്ത്രിതമായ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയാണെന്നും വൈകാതെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ഇന്ത്യയുടെ മുൻ മേജർ ജനറലായ GD ബക്ഷിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ഇനി വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അധികം വൈകാതെ തന്നെ കാത്തിരുന്ന് കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച